അപ്പോൾ ഷോയാൻ ഇവരോടുള്ള സംസാരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴുള്ള പ്രശ്നം വെച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങളും കണ്ടതല്ലേ യാൻ സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ബാച്ച് എത്ര പെട്ടെന്നാണ് സെല്ലായി പോയതെന്ന്. ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ എന്നും ഇങ്ങനെ നിലനിൽക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും നിങ്ങൾ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഞങ്ങൾ നിങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരൊന്ന് ഇതാവുകയാണ്. ഷോയാനും നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് 10 മിനിറ്റ് സമയം തരാം. നിങ്ങൾ ഞാനുമായിട്ട് സഹകരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ ടേംസ് അനുസരിച്ച് ഈ മാസം അവസാനം നിങ്ങളുടെ പേയ്മെന്റ് ക്ലിയർ ചെയ്യും. അല്ല നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ പേയ്മെന്റ് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഇവർക്ക് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം കൊടുത്തേക്കാണ്. ഇവളെ ഇത്രയും ഇതായിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്കും ഒന്നും തന്നെ തിരിച്ചു പറയാനാവുന്നില്ല. എന്നാൽ ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഹോമിംഗ് ആണെങ്കിൽ ഷോയാൻ നിനക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ റഷ്യന്റെ വൈഫായിട്ട് അങ്ങോട്ട് എത്താണ്. ഇവളും പെട്ടെന്ന് ഇവരെ കണ്ട് ഷോക്കായിട്ട് ഇവരെ പോയി വെൽക്കം ചെയ്യുന്നു. ഇവരും ഇവളുടെ പ്രശ്നം എന്താണ് എന്ന് അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് റഷ്യയിലെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടത്തേക്ക് ചൈനീസ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഡ്രസ് ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മുന്നിലെ യാൻ സ്റ്റുഡിയോ ഉള്ളപ്പോ ഞാൻ പിന്നെ മറ്റെവിടെയും പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് താങ്ക്സ് പറയാണ്. അപ്പോൾ റഷ്യന്റെ വൈഫ് ഇവളോട് അല്ല ഇതൊക്കെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ ഇതിന്റെ പാർട്ട്നേഴ്സ് ആണ് എന്ന് പറയുന്നു. ഇവരും നല്ല രീതിയിൽ തന്നെയാണ് പരിചയപ്പെടുന്നത്. കാരണം പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. സോ അതിന്റേതായിട്ടുള്ള ബഹുമാനമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവളോട് ചൈനീസ് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇപ്പോൾ റഷ്യയില് വളരെ ട്രെൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് നിന്റെ സ്റ്റുഡിയോ തയ്യാറാണോ എന്ന് ചോദിക്കാണ്. അത് കേട്ട് ഷോയാൻ തന്നെ ഷോക്കായി പോവാണ്. അത് മാത്രമല്ല ഇവർക്ക് വലിയൊരു ഫംഗ്ഷനിലേക്ക് പോകാനായിട്ട് ഇവള് തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരണം എന്ന കാര്യം കൂടെ അറിയിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് കുറച്ച് മുന്നേ ചെയ്തു പോയതൊക്കെ കുറച്ച് മണ്ടത്തരായോ എന്നൊരു ഫീൽ ആകുന്നുണ്ട്. പുറത്തോട്ടൊക്കെ ഷോയാന്റെ ബിസിനസ് വ്യാപിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഇവർക്കും തീർച്ചയായും അതിന്റെ നേട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഷോയാനാണെങ്കിൽ ഇവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് റഷ്യന്റെ വൈഫിനുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഹോമിംഗ് ആണെങ്കിൽ ലിനിനോട് ഞാൻ ഇത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവളോട് പൊക്കോളാനെ പറയുന്നു. ഇവരും ഹോമിങ്ങിനോട് വളരെ നല്ല ബഹുമാനത്തിലാണ് പെരുമാറുന്നത്. കാരണം ഇവനൊരു വലിയ ബിസിനസ്മാൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ സർ ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളും നിങ്ങളുടെ അച്ഛനൊക്കെ ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർക്ക് വലിയൊരു മാതൃക തന്നെയാണ് എന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഹോമിങ്ങിന് അറിയാം ഇവര് ഷോയാനെ ബുദ്ധിമുട്ടിക്കാനായിട്ടാണ് ഇപ്പൊ എത്തിയത് എന്ന കാര്യം. അപ്പോ ഇവര് ഹോമിങ്ങിനോട് അല്ല സർ ആ ഒരു ലേഡി ആരാ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ്ങും അത് റഷ്യയിലെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഇന്നയാളുടെ വൈഫാണ്. അവർക്ക് വലിയൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ഷോയാന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. ഇനി ഇവര് ഒരുമിച്ച് കൊളാബറേഷൻ ഒക്കെ ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ നല്ലതുപോലെ വിയർക്കാണ്. ഷോയാനായിട്ട് ഇനി ഇവരോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാവാൻ പോകുന്നത് ഇവരായിരിക്കും. ഹോമിങ്ങും ഇവരോട് എന്റെ വൈഫിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് തീർച്ചയായും സർ ഇനി തൊട്ട് മാഡത്തിന്റെ ബിസിനസ് ഞങ്ങളുടേതും കൂടിയാണ്. ഞങ്ങൾ എന്തായാലും മാഡത്തിന് കട്ട സപ്പോർട്ട് നൽകുമെന്ന് പറയുന്നു. ഇവനും ഇവരോട് താങ്ക്സ് പറയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇവിടെ ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രയൽ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ ഒരു ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഇവളോട് ഇവളുടെ ആ ഒരു വിഷമൊക്കെ കാണുമ്പോൾ നിന്റെ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ഇപ്പോ നീ ഒരു ഇരുട്ടിലാണെങ്കിലും എന്തായാലും നിനക്ക് ഉടനെ തന്നെ വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കും. കാരണം നീ ഇതിനു വേണ്ടി എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. പ്രശ്നങ്ങളൊക്കെ ഉടനെ തന്നെ മാറും എന്ന് പറഞ്ഞ് ഇവർക്ക് ഒരു സപ്പോർട്ട് നൽകുകയാണ്. ഷോയാനും ഇവരോട് താങ്ക്സ് പറയുന്നു. കൃത്യസമയത്ത് എത്തി തനിക്ക് ഇങ്ങനൊരു സഹായം ചെയ്തതില്ല. എന്നിട്ട് ഷോയാൻ ഇവരോട് എന്നാ ഇങ്ങോട്ട് വന്നത്, ഇനി എപ്പോഴാ തിരിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരും ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എത്തിയതാണ്. നിങ്ങളുടെ കമ്പനിയും ഷോർട്ട് ലിസ്റ്റിലുണ്ട്. പക്ഷെ 3 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഫൈനൽ ഡിസിഷൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇവൾക്കും സന്തോഷമാവാണ്. ഇപ്പോഴാണല്ലോ ഈ 3 മാസത്തെ കാര്യം ഷോയാൻ അറിയുന്നത്. അതിനുശേഷം അവരാണെങ്കിൽ ആ ഒരു ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഇവരോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഹോമിങ്ങിനോടും വലിയൊരു താങ്ക്സ് പറയാണ്. ഇവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതില്. അപ്പോൾ ഹോമിങ് ആണെങ്കിൽ പൈസ കൊണ്ടുള്ള സഹായമൊന്നും നീ സ്വീകരിക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇതെങ്കിലും ചെയ്തല്ലേ പറ്റൂ. നിനക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഇവൾക്കൊരു കാര്യം കാണിച്ചു കൊടുക്കാണ്. അതായത് ഒരു ഫാഷൻ കോമ്പറ്റീഷൻ കാണിച്ചിട്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളുടെ സ്റ്റുഡിയോ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് നിനക്ക് വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള ചീത്തപ്പേരെല്ലാം മാറാൻ ഇത് സഹായിക്കും എന്ന് പറയുമ്പോൾ ഇവള് അല്ല ഇതിന്റെ രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹോമിങ് ഇല്ല, നിനക്ക് വേണ്ടി ഞാൻ മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് എത്തിച്ചാൽ മതി എന്ന് പറയുന്നു. ഇവൾക്കപ്പോ വളരെ സന്തോഷമാവാണ്. വലിയൊരു താങ്ക്സ് തന്നെ ഷോയാൻ ഹോമിങ്ങിനോട് പറയുന്നു. ഹോമിങ്ങും അതിനുശേഷം അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഷോയാൻ ആണെങ്കിൽ ആ ഒരു ഫാഷൻ ഷോയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവളുടെ ടീമിനെയും വിളിച്ച് അറിയിക്കുന്നു. അതിനുശേഷം ഷോയാൻ ആണെങ്കിൽ ഇവളുടെ ടീമിനോടും ആ ഒരു ഫാഷൻ ഷോയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. ഇവര് ആ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നയിക്കുന്നത് യാവോയാണ്. ഇവളാണല്ലോ ഡിസൈനർ. സോ അവൾ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവര് ആ ഒരു കോമ്പറ്റീഷന് വേണ്ട ഡ്രസ്സ് ഡിസൈൻ ചെയ്യാണ്. ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം അവരത് സാക്ഷാത്കരിച്ചു. എല്ലാവരും അതിനോടൊപ്പം നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്. എന്തായാലും ഇവർ തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ കപ്പടിക്കും എന്ന് ഇവർ ഉറപ്പിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ഒരു ദിവസം ഇവളുടെ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ വന്നിട്ട് ഷുയാനോട് ഇപ്പോ അവിടെ ഫിനാൻസും കാര്യങ്ങളൊന്നും നോക്കാൻ ഇവർക്ക് ആരും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാഫ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നീക്കേണ്ടതെന്നും എനിക്കറിയില്ല, ഞാൻ മറ്റേ ആളെ അസിസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു അക്കൗണ്ടന്റ് പോയിരുന്നു എങ്കിൽ പോലും ഷെൻ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് ഇവിടെ ഒരു ജോലി എന്ന രീതിയിൽ ഏറ്റെടുത്തിട്ടില്ല. ജസ്റ്റ് അയാളാണെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് പോവാൻ വേണ്ടി ഇവൻ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന കാര്യങ്ങളൊക്കെ ഇവർ തന്നെ നോക്കണമായിരുന്നു. പക്ഷെ ഇവർക്ക് ഇപ്പോൾ അതിന് അക്കൗണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ്. സോ ഷൂയാൻ ആണെങ്കിൽ ലിനിനോട് നേരെ വന്നിട്ട് നമ്മുടെ ഫിനാൻസിലെ പൊസിഷൻ ഒഴിഞ്ഞെടുക്കാണ്. നമ്മളിപ്പോ പുതിയൊരാളെ ഹയർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് ടെമ്പററി ആയിട്ട് ഷെനിനോട് ഇവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞാലോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലിൻ ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്തായാലും നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് ആളെ കൊണ്ടുവന്നല്ലേ പറ്റൂ, ഷെന്നിന് അതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ ഉള്ളത് കൊണ്ട് അവൻ തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, പിന്നെ അവനിപ്പോ വലിയ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ എന്തായാലും യുവിനോട് ആ കാര്യം സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ ഷുയാനും എങ്കിൽ പിന്നെ ഞാൻ തന്നെ അവനെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറയാണ്. അതിനുശേഷം പിറ്റേന്ന് തന്നെ ഷെന്നും ഇവിടെ എത്തി ഇവരുടെ അപ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഇവരും ഇവനോട് അത് കഴിഞ്ഞ് ഇവൻ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു താങ്ക്സ് പറയാണ്. അപ്പൊ ഷെന്നാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഷുയാൻ നിൽക്ക്, ലിൻ എന്നോട് പറഞ്ഞിരുന്നു നിനക്ക് ജോലിയൊന്നും ഇല്ലെന്ന്, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ ഇവിടുത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു സഹായം ആവുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൻ ഞാനതിന് ഓക്കെ ആയിരിക്കോ എന്ന് ചോദിക്കുമ്പോ ഇവരും നിനക്കാണ് ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയെ കുറിച്ചുള്ള ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാവുന്നത്, മാത്രമല്ല നിനക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ലും കൂടി ഉണ്ട്, അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്തോ എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവൻ ഇവരോട് വലിയൊരു താങ്ക്സ് പറയാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു ജോലി ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് എന്റെ ബാങ്കിലെ ജോലി നഷ്ടപ്പെട്ടു, വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോകണമെന്ന് പോലും അറിയാൻ വയ്യാതെ ഇരിക്കുകയായിരുന്നു, ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടി ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത്, ഈ ഒരു ജോലി ഇപ്പൊ എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്, ഞാൻ എന്തായാലും നാളെ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വളരെ സന്തോഷത്തിൽ പോവാണ്. ഇവർക്കും ഒരുപാട് സന്തോഷമാവുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവര് ആ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ അതിൽ നിന്ന് ഇവരുടെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ റിജക്ട് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അത് കേട്ട് ഷൂയാന് നല്ലതുപോലെ തന്നെ ഷോക്കാവുകയാണ്. സോ എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ ആ ഒരു സംഘാടകരെ കണ്ടിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ റിജക്ട് ചെയ്തു, ഞങ്ങൾക്ക് ഇതിന്റെ കാരണം അറിയണം, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നൊക്കെ ചോദിക്കാണ്. ആദ്യം അവർ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, പക്ഷെ ഇവരാണെങ്കിൽ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് വന്നിരിക്കുകയാണ്, എല്ലാവരുടെ മുന്നിൽ നിങ്ങൾക്ക് മോശം കാഴ്ചപ്പാടാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ നിങ്ങളെ ഒരിക്കലും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല, അതിനാവില്ല എന്ന് പറയുമ്പോൾ ഇവര് ഞങ്ങളും ആ ഒരു ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിട്ട് തന്നെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് ഇതല്ലാതെ മുന്നിൽ വേറെ വഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവര് നിങ്ങൾക്ക് ചീത്തപ്പേര് മാറ്റി തരിക എന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവര് എല്ലാവരും തന്നെ ഈ ഒരു സ്ത്രീയുടെ കാല് പിടിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവര് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കി വിടാണ്. പക്ഷെ ഇവർക്ക് വെറുതെ ഇരിക്കാൻ ആവില്ലല്ലോ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഇവരെ തീരുമാനിക്കുകയാണ്. സോ ഇവര് റിജക്ട് ആയ കാര്യം ഹോമിങ്ങും അറിയാണ്. എങ്ങനെയാ അവര് റിജക്ട് ആയതെന്ന് ഇവനും മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെയും മറ്റേ സ്റ്റീവിന്റെ കളിയുണ്ട്. അപ്പോഴേക്കും അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവനോട് വന്നിട്ട് സർ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് സിവേ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട ഹോമിങ് ഇന്റർവ്യൂ ഇപ്പൊ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നാണ് ആദ്യം പറയുന്നത്. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ നിക്ക് അവളെ വിളിക്കാനായിട്ട് പറയാണ്. സോ അങ്ങനെ ഹോമിങ് ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിവേ തന്നെയാണ് ഇവന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഇവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവന്റെ വൈഫിനെ കുറിച്ചും വൈഫിന്റെ ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തെ കുറിച്ചൊക്കെ ഹോമിങ്ങിനോട് ചോദിക്കുന്നു. ഹോമിങ് വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണല്ലോ, സോ വൈഫിന്റെ തകർച്ച എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇന്റർവ്യൂ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത്. കാരണം ഇപ്പൊ ഇവന് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണല്ലോ ഷോയാനെയും സ്റ്റുഡിയോയും പറ്റി. അതുകൊണ്ട് തന്നെ ഹോമിങ് എന്റെ വൈഫ് അവളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ആരൊക്കെയോ അവളുടെ തകർച്ച വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ചീപ്പ് കളികളൊക്കെ കളിക്കുന്നത്. ഒരു ഓണർ അവരുടെ പ്രോഡക്റ്റിന് വില ഇടുന്നുണ്ടെങ്കിൽ അത് അവർക്കറിയാം അതെന്തിനു വേണ്ടി ആയിരുന്നുവെന്ന്. ചുമ്മാ ഒരിക്കലും അവർക്ക് തോന്നുന്ന വില ഇടില്ലല്ലോ, മറ്റെല്ലാത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കില്ലേ. എന്റെ വൈഫിന്റെ ഡ്രസ് ഐറ്റംസ് എല്ലാം തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന എന്തിനാണ് ഇന്ന് വിലയില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷോയാനെയും ഷോയാന്റെ ആ ഒരു സ്റ്റുഡിയോയും പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നല്ല രീതിയിൽ വൈറലായിരിക്കാണ്. ഷോയാനും ഹോമിങ്ങിന്റെ ആ ഒരു ഇന്റർവ്യൂ കാണാണ് ഇവൾക്കും ഒരുപാട് സന്തോഷമാവാണ്. ഇവളെ സപ്പോർട്ട് ചെയ്ത് ആദ്യമായിട്ടാണുള്ള ഒരു വ്യക്തി പബ്ലിക്കിനോട് സംസാരിക്കുന്നതും, അതും ഇവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി. സോ ഹോമിങ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഇവൾക്കും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ജനങ്ങൾക്ക് മുന്നിൽ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇവൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാണ്. പിറ്റേന്ന് ഇവൾ ഓഫീസിലേക്ക് വരുമ്പോഴും എല്ലാവരും ഹോമിങ്ങിന്റെ ആ ഒരു ഇന്റർവ്യൂ ആണ് കാണുന്നത്. ഇവരുടെ സ്റ്റുഡിയോയ്ക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണല്ലോ അവൻ കൊടുത്ത് സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോയാനും അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരോടും ഈ ഒരു പ്രശ്നത്തിനെതിരെ നമുക്ക് എന്തായാലും ഫൈറ്റ് ചെയ്ത് നിന്നേ പറ്റൂ, ഇത് നമ്മളെ എങ്ങനെയും പരിഹരിച്ചേ പറ്റൂ, അതുകൊണ്ട് എല്ലാവരും റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് ഇവരൊരു ലൈവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ലോ ഇതൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗം ക്ലിയർ ആക്കിയാണ് ഇവരെ സംസാരിക്കുന്നത്. ആ ഒരു ലൈവ് ആണെങ്കിൽ കാണാൻ തരത്തില് ആളുകൾ ഇല്ലായിരുന്നു എങ്കിൽ പോലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുകയാണ്. ഇവർക്ക് സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് പലരും എത്തുന്നു. ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് പലരും എത്താണ്. അതുമാത്രമല്ല ഇവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ മറ്റൊരു വ്യക്തി കോപ്പി അടിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ലീഗലി മൂവ് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. ലീഗലി ഒക്കെ മൂവ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇവരുടെ ഭാഗത്ത് സത്യം ഉണ്ടായിരിക്കും എന്നൊക്കെ ചിലർക്ക് മനസ്സിലാവുന്നു. അവരുടെ ആ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഹോമിങ്ങും കാണുന്നു. ഇവന് ഒരുപാട് സന്തോഷമാണ്. എല്ലാവരും അവരുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ഏറ്റെടുക്കാണ്. ജെന്യൂൻ ആയിട്ട് ഇവരുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, സോ അവരൊക്കെ വീണ്ടും ഇവർക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് എത്തുന്നു. മറ്റുള്ളവർ പറയുന്നത് പോലെ ഈ ഒരു മെറ്റീരിയൽ അത്ര മോശപ്പെട്ടതല്ല, അവരിതിന് വില ഈടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഗുണമേന്മയുള്ള തുണി കൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു സപ്പോർട്ട് കൊണ്ട് വരികയാണ്. അതെല്ലാം തന്നെ ഇയാളും കാണുകയാണ്. ഇയാളാണല്ലോ വലിയൊരു നെഗറ്റീവ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്, പക്ഷെ അതിനേക്കാൾ വലിയൊരു സപ്പോർട്ടാണ് ഇപ്പൊ അവർക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീവന് നല്ല ദേഷ്യം വരികയാണ്. സോ ഇവരുടെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ആയതുകൊണ്ട് തന്നെ ഇപ്പോ ആ ഒരു ഫാഷൻ ഷോയുടെ കോർഡിനേറ്റേഴ്സ് ഇവളെ കോൺടാക്ട് ചെയ്യാണ്. ഇവരോട് വീണ്ടും ആ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഒരു തടസ്സമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഒരു ഷോയിൽ പങ്കെടുക്കാം എന്ന്. റിജക്ട് ചെയ്തവർ തന്നെ ഇവരെ തിരിച്ചു വിളിക്കാണ്. ഷോയാന് ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷം ഇപ്പോൾ റഷ്യൻ ആണെങ്കിൽ ഹോമിങ്ങിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇയാളും ഷോയാന്റെ സ്റ്റുഡിയോയ്ക്ക് വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഹോമിങ് വൈഫിന് വേണ്ടി വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ പബ്ലിക്കിന്റെ മുന്നിൽ ചെയ്യുന്നത്. അത് ഇയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കൊളാബറേഷൻ ഏതാണ്ട് കൺഫേം ആയിരിക്കുന്നു. പക്ഷെ സൈൻ ചെയ്യുന്നത് 3 മാസത്തിന് ശേഷമായിരിക്കും. എന്തായാലും ഇവർ തമ്മിലുള്ള കൊളാബറേഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു ബിസിനസ് ഡീല് കൺഫേം ചെയ്തിട്ടാണ് റഷ്യൻ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ യു ആണെങ്കിൽ ഇവരുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഷെനിയെ അവിടെ വെച്ച് കാണുകയാണ്. ഷെന്നും ഇവനെ കാണുന്നു. യു ആണെങ്കിൽ ഷെനിനെ കണ്ട് വളരെ ദേഷ്യത്തിൽ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാണ്. അപ്പൊ ഷെൻ ആണെങ്കിൽ ഹായ്, ഞാൻ ഇവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്, ഞാൻ ലെനിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എത്തിയതല്ല, അവര് ഒരു സഹായം ചോദിച്ചപ്പോ അതിനു വേണ്ടി എത്തിയതാ, പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു, ഞാൻ മൂവ് ഓൺ ചെയ്തു, അതൊന്നും നീയും മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ മസിലൊക്കെ വിട്ടിട്ട് ലിനിനോട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഷെന്നും ഇവനോട് ക്ഷമ ചോദിച്ചിട്ട് അവർക്ക് ഒരു അക്കൗണ്ടിനെ വേണമായിരുന്നു, എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു, നിനക്കിപ്പോഴും എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ലെങ്കിൽ നീ എന്നെ തല്ലിക്കോ എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വന്ന് കൈയൊടുക്കാണ്. ഇവനും ഇപ്പോ അവരുടെ ഒരു സ്റ്റുഡിയോയുടെ ഒരു പ്രതീക്ഷയാണല്ലോ, അവരെ കറക്റ്റ് സമയത്ത് എത്തി ഹെൽപ്പ് ചെയ്തതില് യുവും ഇവനോട് താങ്ക്സ് പറയുന്നു. അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ തീരാണ്. ലിന്നും അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നു. സോ അവരോട് സംസാരിക്കാനായിട്ട് പറഞ്ഞു. ഷെൻ ആണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. ഷെന്നുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർത്തതില്ല താങ്ക്സ് പറയുന്നു. അപ്പൊ യു ആണെങ്കിൽ ഞാൻ അവന് വേണ്ടിയിട്ടല്ല അതൊക്കെ ക്ലിയർ ചെയ്തത്, നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവര് വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഒരുമിച്ച് അവര് കറങ്ങി അടിച്ചിട്ട് തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. പക്ഷെ അവര് വളരെ ഹാപ്പി ആയിട്ട് ഉള്ളതൊക്കെ ഷെൻ ആണെങ്കിലും മറിഞ്ഞു വന്ന് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കാണ്. എന്തിനാണെന്ന് അറിയില്ല. ഷോയാന്റെ ടീം ആണെങ്കിൽ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം അവര് കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് മ്യൂസിക് എല്ലാം തന്നെ കണ്ടെത്തി ഫൈനലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് മുന്നേ ട്രയലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ എല്ലാം വിലയിരുത്തുന്നു. എല്ലാവരും അതിനുശേഷം ഡൺ പറഞ്ഞ് ഓക്കെ ആയി പിരിയാണ്. പിറ്റേന്നാണ് ഫൈനൽ നടക്കാനായിട്ട് പോകുന്നത്. എന്നാൽ എല്ലാവരും പോയതിനു ശേഷം ഷോയാൻ അവിടെ തന്നെ നിൽക്കാണ്. കാരണം ഇവള് ഇപ്പോൾ ഉള്ള വർക്കിൽ എന്തോ സാറ്റിസ്ഫൈഡ് അല്ല. മ്യൂസിക് ഓക്കെയാണ്, സ്റ്റേജ് ഓക്കെയാണ്, ഡ്രസ് ഓക്കെയാണ്, മോഡൽസ് ഓക്കെയാണ്, പക്ഷെ എന്തുകൊണ്ട് എന്റെ മനസ്സ് അത്ര ഓക്കെ ആവുന്നില്ല എന്നിങ്ങനെ ഇവള് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഹോമിങ് ആണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് മാത്രം ഓക്കെ ആവുന്നില്ല എന്ന് ചോദിച്ചു വരികയാണ്. എന്നിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് നീ ഒരു കോമ്പറ്റീഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണോ അതോ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് എനിക്ക് കോൺഫിഡൻസിനൊന്നും ഒരു കുറവുമില്ല, ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ വളരെയധികം കോൺഫിഡന്റ് ആണ്, റിഹേഴ്സലും എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു കണക്ഷൻ കിട്ടുന്നില്ല, നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത പോലെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഹോമിങ് നിനക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ഒരു ഇമോഷണൽ കണക്ഷൻ ആണോ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവൾക്ക് അതെ, എനിക്ക് അതിന്റെ ഒരു എക്സാക്ട് സംഭവം നമ്മളിപ്പോ ചെയ്യുന്ന വർക്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇവളോട് നിനക്ക് നിന്റെ സ്റ്റുഡിയോ എവിടെ നിന്നാ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ, എന്തിനാണ് തുടങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് അത് ഓർത്തിട്ട് ഇവരാദ്യം ഒരു പെൺകുട്ടിക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഇടാൻ പറ്റുന്ന ഡ്രസ്സ് എന്നൊരു കോൺസെപ്റ്റിലാണല്ലോ ഇവരുടെ ബ്രാൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. മുതിർന്നവരായാലും കുട്ടികളായാലും എല്ലാ തലത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് എന്ന രീതിയിലാണ് ഇവളുടെ മനസ്സ് ഇത്രയും നേരം തിരഞ്ഞു നടന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൾക്കൊരു ഐഡിയ കിട്ടിയിട്ട് എല്ലാവരെയും വിളിച്ച് വീണ്ടും തിരിച്ച് ഓഫീസിലേക്ക് വരാനായിട്ട് പറയാണ്. പരിപാടിയിലൊക്കെ ചെറിയൊരു മാറ്റമുണ്ട് എന്ന് അറിയിക്കാണ്.
അതിനുശേഷം ഇവരുടെ ആ ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ് പുറത്തിറക്കുന്നത്. മുന്നേ ഇവര് പ്ലാൻ ചെയ്തതുപോലെയല്ല ആ ഒരു ഷോ നടക്കുന്നത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആ ഒരു ഫാഷൻ ഷോയിൽ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ഷോ ചെയ്യാണ്. ഭയങ്കരമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് വൈറൽ ആവുന്നു. ജഡ്ജസിനും എല്ലാവർക്കും ആ ഒരു കാര്യം വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇവർക്ക് തന്നെയാണ് കപ്പടിക്കുന്നത്. ആരും ചെയ്യാത്ത ഒരു കാര്യമാണല്ലോ ഇവര് ആ ഒരു ഷോയിലെ കാഴ്ചവെച്ചത്. ഇവർക്ക് അത്രയും നെഗറ്റീവ് വന്നിട്ട് പോലും ഇവരുടെ കഴിവിൽ വിശ്വസിച്ചിട്ടാണല്ലോ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തതും വിജയികളായതും. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നു. അതിനുശേഷം ഇവർക്കാണെങ്കിൽ ഇവരുടെ പഴയ ആ ഒരു സക്സസും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. പഴയതിനേക്കാൾ ഇരട്ടിയാണ് ഇവരുടെ ബിസിനസ് ഇപ്പോൾ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സെലിബ്രേഷൻ പാർട്ടിയാണ് ഇപ്പോൾ എല്ലാവരെയും വിളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഷുയനാണെങ്കിൽ എഴുന്നേറ്റ് തുടക്കത്തിൽ ഈ ഒരു കുഞ്ഞു സംരംഭം ഇത്രയും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ തലത്തിലും ഞങ്ങൾക്ക് സഹായമായിട്ട് ഉണ്ടായിരുന്നത് ഒരേ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഇവളെ സംസാരിക്കുമ്പോൾ ഹോമിങ് വിചാരിക്കുന്നത് ഇവനെ കുറിച്ച് ആയിരിക്കും എന്നാണ്. പക്ഷെ ഷുയാൻ സംസാരിക്കുന്നത് ലിയാങ്ങിനെ പറ്റിയാണ്. അത് കേട്ട് ഇവന് നല്ല വിഷമാവുകയാണ്. ഇവൻ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്നതൊക്കെ ഷുയാനും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ലിയാങ് ആണെങ്കിൽ ഇവളോട് ഇവരുടെ ആ ഒരു ഫാഷൻ ഷോയിലെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു സ്പാനിഷ് ഡിസൈനറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നിങ്ങളുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുണ്ടെന്നാ പറഞ്ഞത്. നിനക്ക് അതിന് സ്പാനിഷ് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ലിയാങ്ങും ഇവൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങാണ്. അവര് ഭയങ്കര ഫണ്ണായിട്ടാണ് കളിച്ച് സംസാരിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ഹോമിങ്ങിനാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവനത് ഭയങ്കര ദേഷ്യത്തിലും അസൂയയിലുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാമിങ് ആണെങ്കിൽ യുവിനോട് ഈ ബിസിനസ് കാര്യങ്ങളെ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തിനാ ഇത്ര തമാശയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ യു ആണെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ ബിസിനസ് ഒക്കെ സ്മൂത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവനെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇവര് നിർത്തുന്നില്ല. ഭയങ്കരമായിട്ട് സംസാരിച്ച് തകർത്ത് ചിരിച്ചു മറിയാണ്. അതുകൊണ്ട് തന്നെ ഹോമിങ്ങിന് ദേഷ്യവും സഹിക്കാനേ ആവുന്നില്ല. ആ ലിയാങ്ങിനെ ആണെങ്കിൽ കൊല്ലാനുള്ള കലിയുണ്ട്. അതുകൊണ്ട് തന്നെ യു അത് മനസ്സിലാക്കി ലിന്നിനോട് എങ്ങനെയെങ്കിലും പോയി പുള്ളിക്കാരനെ ഒന്ന് വഴിതിരിച്ചു വിടാനായിട്ട് പറയാണ്. അതുകൊണ്ട് തന്നെ ലിന്നും അങ്ങോട്ടേക്ക് ചെന്ന് ലിയാങ്ങിനോട് ഇവരുടെ കമ്പനി ഹെൽപ്പ് ചെയ്തതിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് ഇവര് സംസാരിക്കുന്നു. അപ്പോ ഷുയാനാണെങ്കിൽ ഹോമിങ്ങും ഒരുപാട് ഇവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ അടുത്തേക്ക് ചിയേഴ്സ് പറയാനായിട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇടയ്ക്ക് ആരെങ്കിലൊക്കെ വന്ന് അത് ബ്ലോക്ക് ചെയ്യാണ്. ഇവർ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് അടുത്തോട്ട് എത്തുന്നേ ഇല്ല. അവർക്ക് അതിന് സാധിക്കുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ എല്ലാത്തിനെയും പറഞ്ഞ് അയച്ചിട്ട് ഇവർ അടുത്ത് വരെ എത്തുന്നു. പക്ഷെ കറക്റ്റ് ലിയാങ് ആണെങ്കിൽ ആ ഒരു സമയം ഇവളെ ഗെയിം കളിക്കാനായിട്ട് വിളിക്കാണ്. ഇവളെ താൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും ഇവളെ നിർബന്ധിക്കുമ്പോൾ ഇവൾക്ക് പോവാതിരിക്കാനാവുന്നില്ല. പക്ഷെ ഹോമിങ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യം വരെയാണ്. ഇവനെയും ഇവള് ആ ഒരു ഗെയിമിലോട്ട് ക്ഷണിക്കുന്നു. പക്ഷെ ഹോമിങ് ആണെങ്കിൽ നിങ്ങൾ കളിക്കാനായിട്ട് പറയുന്നു. അപ്പൊ ഇവൾക്ക് പോവാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവര് വിളിക്കുന്നത് കൊണ്ട് തന്നെ എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഹോമിങ് എങ്കിൽ പിന്നെ ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഇവനെ പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിലും ഒരുപാട് സഹായങ്ങൾ ചെയ്തതിലും ഒക്കെ താങ്ക്സ് പറയുന്നു. അപ്പൊ ഹോമിങ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ ഒരു കള്ള് ഫുള്ള് കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഹോമിങ് നല്ല മോഡിലല്ല പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി യുവും അവന്റെ പിന്നാലെ തന്നെ ചെല്ലുന്നു. ഇവര് രണ്ടുപേരും കൂടി അടുത്തൊരു ബാറിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഫുള്ള് തകർത്ത് ഹോമിങ് വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ യു ആണെങ്കിൽ നീ ഇങ്ങനെ കുടിക്കരുത്, നീ അപ്സെറ്റ് ആണെന്ന് എനിക്ക് അറിയാം എന്ന് പറയുമ്പോ ഹോമിങ് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയുമ്പോ യു ഇവനോട് നീ അഭിനയിക്കാതിരിക്കെ, ഞാൻ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോ ഹോമിങ്ങും നീ തന്നെ പറ, ഞാൻ അവൾക്ക് വേണ്ടി എന്താ ചെയ്യാൻ ബാക്കിയില്ലാത്തത്? എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആവുന്നത് ശ്രമിച്ചു. പക്ഷെ അവൾ എനിക്കൊരു പട്ടിയുടെ വില പോലും തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവളെ എന്തായാലും ശല്യപ്പെടുത്തില്ല. ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. അവളെ വിളിക്കയില്ല, സംസാരിക്കയില്ല, അവളുടെ പേര് പോലും എനിക്കിനി കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഷോയാനും നല്ല രീതിയിൽ വെള്ളമടിച്ചോണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ പോയി ആ ഒരു ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ലിന്നാണെങ്കിൽ ഇവളെ വീട്ടിൽ പോകാനായിട്ട് വന്ന് വിളിക്കുന്നു. പക്ഷെ ഷോയാനാണെങ്കിൽ ഇല്ല, വരുന്നില്ല, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് ഇവളെ ഒരുപാട് കുടിച്ച് പാട്ടും കാര്യങ്ങളൊക്കെ പാടാൻ തുടങ്ങാണ്. അപ്പോൾ അത് കണ്ട് ലിന്നും നീ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ വളരെ വിഷമത്തിലാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഷോയാൻ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എന്റെ ബിസിനസ് നല്ലോണാണ് പോകുന്നത്, എന്റെ കാര്യങ്ങളും അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നു. പിന്നെ എന്റെ കൂടെ നിങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ഓ, നീ പറയുന്നത് ആ ഹോമിങ്ങിന്റെ കാര്യമായിരിക്കും അല്ലെ? അയാൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ വലിയ അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഹോമിങ് ആണെങ്കിൽ അതിലും വലിയ അലമ്പിലാണ്. ഒരു മതിലിന്റെ പുറത്താണെങ്കിൽ വലിയ പിടിച്ചു കയറിയിട്ട് സിഗ്നൽ കിട്ടുന്നില്ല, അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. യോ ആണെങ്കിൽ അപ്പോ നീയല്ല ഇപ്പൊ പറഞ്ഞത് നീ അവളെ ഇനി വിളിക്കില്ല, സംസാരിക്കില്ലെന്ന്, പേര് പോലും പറയില്ലെന്ന്, ഒരു 10 മിനിറ്റ് പോലും ആയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ഇല്ല, അവളെ വിളിച്ച്
വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഷോയാൻ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് ഫോൺ എടുക്ക്, എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഷോയാന്റെ പേര് അലറി വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളെയാണെങ്കിൽ ലിൻ ഒരുവിധം വിളിച്ച് കാറിൽ കയറ്റി ഇവരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷോയാനാണെങ്കിൽ പെട്ടെന്ന് തല പുറത്തേക്കിട്ട് ആരാ എന്റെ പേര് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലിന്നാണെങ്കിൽ ഇവളെ പിടിച്ച് അകത്തിരുത്തിയിട്ട് നിന്റെ പേര് ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഇവളെ കൂളാക്കുന്നു. അപ്പൊ ഇവള് അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലിൻ നിന്റെ വീട്ടിലോട്ടാണ് എന്ന് പറയുന്നു. അപ്പൊ ഷോയാൻ അതിന് എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതല്ലല്ലോ എന്ന് പറഞ്ഞ് സീൻ കാണിക്കാണ്. ലിന്നാണെങ്കിൽ ഇത് തന്നെയാ നിന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി എന്ന് മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഷോയാൻ കേൾക്കുന്നില്ല. അല്ല വണ്ടി തിരിക്ക് എന്റെ വീട് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഇവൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് സീനാക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്കും പിന്നീട് ആ ഒരു വഴി പോകാൻ സാധിക്കുന്നില്ല. ഇവള് പറയുന്ന വഴിയെ പോകാനായിട്ട് വണ്ടി തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ഇവിടെ ഇവര് രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചാണ് ഉള്ളത്. ആദ്യം ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇവരത് നോർമലായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ പിന്നീടാണ് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. രണ്ടുപേർക്കും ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. സോ ഇവര് തലേന്ന് നല്ല രീതിയിൽ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അതിന്റെ ഇടയിൽ സംഭവിച്ചു പോയതായിരിക്കും. എന്തായാലും ഇത് വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോ തന്നെ ലിന്നും യുവും പുറത്തു നിന്നുകൊണ്ട് അതെ വേറെ ആരും കണ്ടില്ല, ഞങ്ങള് മാത്രമേ കണ്ടുള്ളൂ, രണ്ടുപേരും എഴുന്നേറ്റെങ്കില് ഒന്ന് പുറത്തേക്ക് വരണം, എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം എന്ന് പറയുമ്പോ ഇവർക്ക് ഭയങ്കര ചമ്മലാവാണ്. ആരുടെയും കണ്ണിൽ പെട്ടില്ലെങ്കിൽ രക്ഷപ്പെടാന്ന് വിചാരിച്ചതാണ് രണ്ടും. അതിനുശേഷം ഇവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴേക്ക് വരുന്നു. ഇവരും തലേന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങാണ്. ഹോമിങ്ങിനെ എങ്ങനെയൊക്കെയോ ആണ് യു ഇവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. പക്ഷേ സ്വന്തം വീട് കണ്ടിട്ട് ഏതോ ബാറ് കണക്കാണ് ഇവൻ പെരുമാറുന്നത്. യു വളരെ കഷ്ടപ്പെട്ടാണ് അവനെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ അതേ സമയം തന്നെയാണ് ലിന്നും ഷോയാനെയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് യു ഇവളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഒരെണ്ണത്തിന് തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ലിൻ അതിനാര് കൂട്ടിക്കൊണ്ടുവന്നു, ഇവളാ എന്നെയും കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്ന് പറയുമ്പോ ഷോയാനാണെങ്കിൽ നേരെ ഹോമിങ്ങിനോട് വന്ന് അല്ല നിങ്ങളാരാ, നിങ്ങളെന്താ ഇവിടെ, ഇതെന്റെ വീടാണ് എന്ന് പറയുമ്പോ ഹോമിങ്ങും അല്ല നീ ആരാ, ഇത് എന്റെ വീടാണ് എന്ന് പറയുമ്പോ ഷോയാൻ അല്ല ഇത് എന്റെ വീടാണ്, നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോക്കണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടെ അടികൂടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ ഇവരാണെങ്കില് അല്ല ഞങ്ങള് രണ്ടുപേരും അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു മാറ്റിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവര് ഞങ്ങളെ പിടിച്ചു മാറ്റിയാല് മാറുന്ന അവസ്ഥയിലായിരുന്നല്ലോ നിങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഇവരാണെങ്കിൽ ആദ്യം അടിപിടി കൂടി, പിന്നെ കൊഞ്ചിക്കും, വീണ്ടും അടിപിടിയാവും, വീണ്ടും സ്നേഹത്തിലാവും, അങ്ങനെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ ഹോമിങ് ഇവരുടെ വിവാഹ ഫോട്ടോ മറക്കുന്ന രീതിയിലാണല്ലോ ഒരു പെയിന്റിംഗ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഷോയനാണെങ്കിൽ ഇത് മുന്നേ തന്നെ ശ്രദ്ധിച്ച കാര്യമാണല്ലോ. പക്ഷെ ഈ ഒരു സമയത്ത് അല്ല ഇതാരാ, എനിക്ക് ഇപ്പൊ അറിയണം ഇവിടെ ഇരുന്ന വിവാഹ ഫോട്ടോ എവിടെ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ ഇവനാണെങ്കിൽ ഷർട്ടൊക്കെ അഴിച്ചിട്ട് ഇതെന്ത് പുറകാണ് ബേബി, ഇത് ഞാനാണ് എന്ന് പറയുമ്പോ ഇവള് അല്ല ഇത് നിങ്ങളല്ല, നിങ്ങൾ ഇതുപോലെയല്ല, ഇത് വളരെ മെലിഞ്ഞ വ്യക്തിയാണ് എന്ന് പറയുമ്പോ ഹോമിങ് ഇതിന്റെ പഴയ കാലത്തെ ഫോട്ടോയാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെയിന്റിംഗ് എടുത്തു മാറ്റി ഇവരുടെ യഥാർത്ഥ ഫോട്ടോ കാണിക്കുന്നു. ഇത് ഇവിടെ തന്നെ ഉണ്ട് മോളെ, എന്റെ വൈഫ് ഇതിൽ എന്ത് സുന്ദരിയാണ്, അതെ ഇതിൽ നിങ്ങളും എന്ത് സുന്ദരനാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പുകഴ്ത്താൻ തുടങ്ങാണ്. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ട് ഇവര് പോവാനായിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ ഹോമിങ്ങും ഷോയാനും ആണെങ്കിൽ ലൈവായിട്ട് അവിടെയുള്ള ഫിഷിനെയൊക്കെ പിടിച്ച് കഴിക്കാനായിട്ട് പോവാണ്. ഇങ്ങനെയുള്ള രണ്ടിടത്തിനെ ഇവിടെ ഇട്ടിട്ട് പോയാൽ ശരിയാവില്ല എന്ന് കരുതിയാണ് ഇവരും പിന്നീട് ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇവര് രണ്ടുപേരും മീനെ കിട്ടാത്തത് കൊണ്ട് തന്നെ പരസ്പരം കിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. പബ്ലിക്കായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോ വേറെ നിവൃത്തിയില്ലാതെയാണ് ഞങ്ങളെ രണ്ടുപേരും നിങ്ങളൊരു റൂമിലാക്കിയത് എന്ന് പറയുമ്പോ ഇതൊക്കെ ഇവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം മുഖത്ത് പോലും നോക്കാൻ പറ്റാതെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം യുവും ലിന്നും ആണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. ഇവർക്കും ഒന്നും സംസാരിക്കാൻ ആവാത്തത് കൊണ്ട് തന്നെ ഷോയാനും ഞാൻ പോവാണ്, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, എന്റെ ബാഗ് എവിടെ എന്ന് ചോദിച്ച് ഇവരാണെങ്കിൽ ബാഗ് തപ്പാനായിട്ട് തുടങ്ങുന്നു. ലാസ്റ്റ് അത് കിട്ടുമ്പോ ഷോയാനും ശരി എങ്കിൽ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവളെ പോകാൻ തുടങ്ങുമ്പോ ഹോമിങ് ഇവളെ വിടുന്നില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവളും ശരി എന്ന് പറയുന്നു. അപ്പൊ ഹോമിങ് ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയിട്ട് വന്ന് എന്താ കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ച് കിസ് ചെയ്യാനായിട്ട് വരികയാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് ഇവന്റെ അമ്മയാണെങ്കിൽ ഹോമിങ് എന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. നീ ഇവിടെ ഉണ്ടോ, ഞാൻ ദേ ഫുഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാണ് അമ്മ എത്തിയിരിക്കുന്നത്. പക്ഷെ അമ്മ ഇവരെ രണ്ടുപേരെയും ഇപ്പൊ കണ്ടാല് ഭയങ്കര നാണക്കേടാണല്ലോ. രണ്ടുപേരും പലതും പറഞ്ഞ് ഡിവോഴ്സ് ആവാൻ പോയവരാണ്. അതുകൊണ്ട് തന്നെ ഇവള് ഹോമിങ്ങിനെ വിടുന്നില്ല, ശബ്ദം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പറയുന്നു. അമ്മയും ഇവിടെ ആരുമില്ല എന്ന് വിചാരിച്ച് ഡോർ അടച്ചിട്ട് പോവാണ്. അമ്മ പോയി കഴിയുമ്പോ ഇവര് വീണ്ടും ഇവരുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അമ്മ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് ഇവരെ രണ്ടുപേരെയും കയ്യോടെ പിടികൂടാണ്. ഇവരാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ എക്സർസൈസ് ചെയ്യായിരുന്നു, അമ്മ പോയില്ലായിരുന്നു, അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞ് അഭിനയിച്ച് മെഴുകാണ്. അമ്മയും ശരി എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞിട്ട് ഇവരെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നു. എന്തായാലും ഇവരെ ഇങ്ങനെ കാണാൻ സാധിച്ചതില്ല ഇവർക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നിട്ട് ഇവരെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മയാണെങ്കിൽ ഷോയാനോട്
ആ ഒരു മത്സരത്തിൽ വിജയിച്ചതിൽ ഇവളെ അഭിനന്ദിക്കുന്നു. അപ്പോ ഷോയാനും താങ്ക്സ് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ഹോച്ചനും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നല്ലോ, അവരും അതിൽ വിജയിയായേക്കാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു പാർട്ടി വെക്കാന്ന് വിചാരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ മോള് തന്നെ നോക്കണം, നീയും വരണം എന്ന് പറയുമ്പോൾ ഇവള് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സമയം കിട്ടില്ല, ഞാൻ വേണമെങ്കിൽ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം, അവന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുക, അത് പറഞ്ഞാൽ മതി, അവന്റെ ഇഷ്ടത്തിന് തന്നെ നമുക്കത് ചെയ്യാം എന്ന് പറയുമ്പോ അമ്മ നീ വന്നാല് അവൻ വളരെ ഹാപ്പി ആയിരിക്കും എന്ന് പറയുമ്പോ ഇവൾക്ക് തീർത്തും ഒരു നോ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും എന്റെ ഷെഡ്യൂളൊക്കെ നോക്കിയിട്ട് പറയാം എന്ന് പറയുന്നു. എന്നിട്ട് ഷുയാനാണെങ്കിൽ ഞാൻ കുറച്ച് ബിസിയാണ്, പോയിട്ട് കുറച്ച് തിരക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ അമ്മയാണെങ്കിൽ ഹോമിങ്ങിനോടും അവളെ ചെന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഓടിക്കാണ്. അങ്ങനെ ഹോമിങ് തന്നെയാണ് അവളെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ പോകുമ്പോൾ സംസാരിക്കാനായിട്ട് ഒരു വിഷയമൊന്നും ആദ്യം കിട്ടുന്നില്ല. പിന്നെ ഹോമിങ് തന്നെ ഇവളോട് അമ്മ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണ്ട, മറ്റുള്ളവരുടെ കാര്യമൊന്നും അമ്മ നോക്കില്ല, വായിൽ വരുന്നത് പറയും എന്ന് പറയുമ്പോൾ ഷോയാൻ അത് സാരമില്ല, തുറന്ന് സംസാരിക്കുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം, അത് വളരെ നല്ല സ്വഭാവമാണ്, ഉള്ളില് കള്ളത്തരില്ലാത്തവർക്കാണ് അതിന് സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹോമിങ് ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഇവളോട് യാൻ സ്റ്റുഡിയോ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവളും കുഴപ്പമൊന്നുമില്ല, കോമ്പറ്റീഷന് ശേഷം ഞങ്ങളുടെ പഴയ സെയിൽസ് ഒക്കെ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്, നോർമലായിട്ട് തന്നെ പോകുന്നത്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഹോമിങ് ഇവളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോ ഷൂര്യാനും ഇവളുടെ പ്രോജക്റ്റ് കുറച്ചും കൂടി വലുതാക്കണം, ഇവൾക്ക് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡൈയിങ് ടെക്നോളജിയെ കുറിച്ച് പഠിക്കണം, അത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം, അതുവഴി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് ഇവനോടും ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, റഷ്യന്റെ പ്രോജക്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ്ങും കുഴപ്പമൊന്നുമില്ല, ഏതാണ്ട് ഓക്കെ ആണ്, അല്ല നീ നാളെ ഫ്രീ ആണോ, നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് കൂടാം, റഷ്യനെയും വൈഫിനെയും കൂടി വിളിക്കാം എന്ന് പറയുമ്പോൾ ഷൂയാനെയും റഷ്യന്റെ വൈഫ് ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണല്ലോ, സോ ആ ഒരു രീതിയിൽ ഇവർക്ക് നേരിട്ട് താങ്ക്സോ കാര്യങ്ങളോ പറയാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഹോമിങ്ങിനോടൊപ്പം ഡിന്നറിന് വരാം എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവർ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്തേക്ക് ഒരാളെ എത്തിയിട്ട് ഇവർ കോമ്പറ്റീഷനിലൊക്കെ വിജയിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇയാൾ വന്നിട്ട് ഇവള് മുന്നേ തന്നെ പറഞ്ഞല്ലോ ഇവൾക്ക് ഒരു ഡൈയിങ് ടെക്നോളജിയെ കുറിച്ച് പഠിക്കണമെന്ന്. സോ ഇയാളാണെങ്കിൽ ഇപ്പൊ എത്തിയിരിക്കുന്നത് അതിനൊരു അവസരം കൊടുക്കുന്ന രീതിയിലാണ്, ആ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ഇവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള ഒരു ചാൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഷോയാനാണെങ്കിൽ അത് കേട്ട് വളരെ സന്തോഷമാവുകയാണ്, കാരണം ഇവരത് മനസ്സിൽ വിചാരിച്ച കാര്യമാണല്ലോ, ഇയാൾക്കും ഇവരുടെ ആ ഒരു ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും സാധിക്കും. അപ്പോൾ ഷോയാൻ ഇയാളുടെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഇതിനോട് എന്തായാലും നല്ല താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഇയാള് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം കൂടിയുണ്ട്, ഞങ്ങളുടെ ടൗണിൽ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങളെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞ് ഇവൾക്ക് അതിനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാണ്. ഇവരും വളരെ സന്തോഷത്തിൽ തന്നെ അത് സ്വീകരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഷുയാനാണെങ്കിൽ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വെഡിങ് റിംഗ് വീണ്ടും എടുത്തിട്ട് ആ ഒരു റഷ്യനായിട്ടുള്ള ഡിന്നറിന് പോകാനായിട്ട് തുടങ്ങാണ്. ഇവള് വളരെ സന്തോഷത്തിലാണ് ആ ഒരു വെഡിങ് റിംഗ് വീണ്ടും എടുത്ത് ഇടുന്നത്, കാരണം ഇപ്പോൾ ഹോമിങ്ങും ഇവളും തമ്മിലുള്ള അകൽച്ചയൊക്കെ കുറഞ്ഞു വരികയാണല്ലോ. ഇവളും അതിനുശേഷം ആ ഒരു സ്ഥലത്തേക്ക് എത്തി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ഇവളെ ആണെങ്കിൽ ആ ഒരു സ്റ്റീവ് വിളിക്കാണ്. അയാളാണെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഒരു കാറിൽ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഷുയാൻ ഇയാളെ കാണുന്നുണ്ടായിരുന്നില്ല. ഷുയാൻ ഇയാളോട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ഇയാള് നിങ്ങളെ നിങ്ങളുടെ ഹസ്ബൻഡും വീണ്ടും ഒന്നിച്ചല്ലേ മാഡം, അതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇയാള് അങ്ങനെ ഒരുപാട് സന്തോഷിക്കാൻ വരട്ടെ, ഇതൊക്കെ ഹോമിങ് എന്തിനാ വേണ്ടി ചെയ്യുന്നതെന്ന് അറിയോ, നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്ന റഷ്യൻ 3 മാസത്തേക്ക് ഹോമിങ്ങിന്റെ പ്രോജക്ട് നീട്ടി വെച്ചേക്കാണ്, സോ ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോമിങ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം റഷ്യൻ ഹോമിങ്ങിന്റെ ഫുള്ള് കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഹോമിങ്ങുമായിട്ടുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകൂ, അവന്റെ കള്ളത്തരം പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിന്നെ യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് നീയുമായിട്ട് ഒന്നിക്കണോന്ന് വിചാരിച്ചോ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല എന്ന് പറഞ്ഞു കൊടുക്കാണ്. സോ അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവാൻ തുടങ്ങാണ്. ഹോമിങ് ആയിട്ട് ഇവളോട് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഇവൾക്ക് അറിയാം 3 മാസത്തേക്ക് ആ ഒരു പ്രോജക്ട് നീട്ടി വെച്ചേക്കാണ് എന്ന കാര്യം. റഷ്യന്റെ വൈഫ് തന്നെയാണല്ലോ ഇവളോട് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് പകുതി ഇവൾക്ക് വിശ്വാസമാവുകയാണ്. അപ്പൊ ഇയാളാണെങ്കിൽ നിങ്ങളെ തമ്മിൽ വളരെ ക്ലോസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹോമിങ് ഒരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ബിസിനസ് ചെയ്യുന്നവര് ലാഭമില്ലാണ്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് ഫോൺ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇവള് അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അയാൾ പറഞ്ഞതുപോലെ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ മറഞ്ഞു വന്ന് ഇവളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഷുയാൻ ശ്രദ്ധിക്കാണ്. സോ ഇവൾക്കും സ്റ്റീവ് പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന കാര്യം മനസ്സിലാവുന്നു. എങ്കിലും ഇവള് ആ ഒരു വിഷം ഒന്ന് ഫേസിൽ കാണിക്കാതെ ഒരു സ്മൈല് കൊടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവരെല്ലാരും തന്നെ ഓൾറെഡി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഹോമിങ് ആണെങ്കിൽ വളരെ സന്തോഷത്തില് ഇവളെ വെൽക്കം ചെയ്ത് ഇവന്റെ അടുത്തേക്ക് ഇരിക്കാനാണ് പറയുന്നത്. പക്ഷെ ഷുയാൻ ആണെങ്കിൽ ഞാൻ പുള്ളിക്കാരിയുടെ പെരുന്നോളാം എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് പോകുമ്പോ ഇവന് മനസ്സിലാവുന്നു ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന്.
ഇവര് മുന്നേ കണ്ടിട്ട് പിരിഞ്ഞ ആ ഒരു ഷുയാൻ അല്ലല്ലോ ഇത്. അതിനുശേഷം ഷുയാൻ ഇവരോട് രണ്ടുപേരോടും താങ്ക്സും കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ഇവള് ഭയങ്കര ശോകത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഇവളുടെ മനസ്സിൽ ഫുള്ള് ആ ഒരു ഡൗട്ട് കയറിയിരിക്കുകയാണ്. ഇവൻ ഇവളെ യൂസ് ചെയ്യാണോ എന്ന കാര്യത്തില്. ഹോമിങ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവളോട് തുറന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അത് ഇവൾക്ക് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവനത് പറയാത്തത് കൊണ്ട് തന്നെ ഇവൻ ഇനി ആ ഒരു ഡിവോഴ്സ് നീട്ടിവെക്കാൻ വേണ്ടിയിട്ടാണോ ഇവളോട് ഈ അടുപ്പം കാണിക്കുന്നത് എന്നൊരു ചിന്തയാണ് ഇവളുടെ മനസ്സിൽ ഫുള്ളുള്ളത്. പക്ഷേ ഇവരുടെയൊക്കെ മുന്നിൽ ഇവർ വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അവർ എല്ലാവരും അവിടെ നിന്ന് പിരിയാണ്. ഇവര് നല്ല കപ്പിൾസിനെ പോലെ തന്നെയാണ് അവർക്ക് ഗുഡ് ബൈ പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. എന്നാൽ അവര് പോയതിനു ശേഷം ഷുയാൻ അഭിനയം തീർന്നില്ലേ, ഞാൻ പോവാണ് എന്ന് പറയുമ്പോ ഇവൻ ഇവളെ പിടിച്ചിട്ട് നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോ ഷുയാൻ റഷ്യൻ ജിന്ദ ഗ്രൂപ്പുമായിട്ട് സഹകരിക്കണമെങ്കിൽ 3 മാസത്തെ സമയം വേണം അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ എന്ന് പറയാണ്. അപ്പൊ ഇവള് ഇനി നിങ്ങൾ എന്നോട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ എന്നെ സഹായിച്ചു, അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തു. നിങ്ങൾ ഡിവോഴ്സിനെ സമയം നീട്ടിക്കൊണ്ടു പോകാനല്ലേ ഇതെല്ലാം കാട്ടിക്കോട്ടിയത്. ഇപ്പോഴും നിങ്ങൾ മാറിയിട്ടില്ല, പഴയതുപോലെ തന്നെയാ എന്ന് പറയുമ്പോ ഹോമിങ് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, സമ്മതിക്കുന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ല. പക്ഷെ അന്ന് അവരെ നിന്റെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതും നിന്നെ ഹെൽപ്പ് ചെയ്തതും ഇപ്പൊ നിനക്ക് അവരെ വീണ്ടും കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതും ഒന്നും ആക്ടിങ് അല്ല, എല്ലാം നിനക്കും കൂടെ വേണ്ടി തന്നെയാ ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോ ഇവള് എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, കൂടുതൽ ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട, ഏൽപ്പിച്ചേക്കുന്ന ഫോട്ടോഗ്രാഫർ അതും കൂടി പകർത്തി വെക്കും, നാളെ അത് പുറത്തു വന്നാലും നിങ്ങൾക്ക് നെഗറ്റീവ് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോ ഹോമിങ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവന്റെ അസിസ്റ്റന്റിനെ വിളിപ്പിക്കാണ്. അസിസ്റ്റന്റും അങ്ങോട്ടേക്ക് ആ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് എത്തുന്നു. അസിസ്റ്റന്റ് മുന്നേ തന്നെ ആ ഒരു ഫോട്ടോഗ്രാഫറെ പിടികൂടിയതാണ്. കാരണം ഹോമിങ് വന്ന സമയം തന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫർ മറിഞ്ഞു വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇയാളുടെ കയ്യിലുള്ള ഫോട്ടോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഹോമിങ് ഇവളോട് ഞാനിവിടെ വന്ന സമയം തന്നെ ഇവനെ കണ്ടതാണ്, പക്ഷെ ഇവൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാനല്ല ഇതിന് പിന്നിൽ, ഞാനത് അത്രയ്ക്ക് മണ്ടനാണോ, എനിക്ക് എന്റെ അസിസ്റ്റന്റിനെ തന്നെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കും കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ആ ഒരു സ്റ്റീവാണ് ഇവളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ ഒരു കാര്യം പറഞ്ഞത് എന്ന്. അതുകൊണ്ട് തന്നെ ഇവനോട് നിങ്ങൾ റഷ്യനായിട്ടുള്ള കൊളാബറേഷൻ നിങ്ങളുടെ കമ്പനി ചെയ്യരുതെന്ന് പുറത്തുനിന്ന് ആരോ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവനും നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവളും ആ ഒരു സ്റ്റീവിന്റെ പേര് തന്നെയാണ് പറയുന്നത്. അയാൾ പലപ്പോഴായിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ ഹോമിങ് അതെനിക്കറിയാം, അവൻ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന വെറും ഒരു പാവ മാത്രമാണ്, യഥാർത്ഥ എതിരാളി അവന്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതാരാണെന്ന് മാത്രം എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഇവള് അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, നിങ്ങളുടേത് മാത്രമാണ്, നിങ്ങൾ എനിക്ക് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ബിസിനസ് ഒക്കെ എന്തായാലും സ്മൂത്ത് ആയിട്ട് തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് ഇവള് പോകാൻ തുടങ്ങുമ്പോൾ ഇവൻ നിനക്ക് ചെയ്ത ഹെൽപ്പിനൊക്കെ പ്രത്യുപകാരം ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അത്രയ്ക്ക് മോശപ്പെട്ടവരാണ് ഞാനെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിങ്ങൾ എങ്ങനത്തവനാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല, ഇപ്പോഴാ ശരിക്കും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, നമ്മൾ നമ്മുടെ മ്യൂച്വൽ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴും പരസ്പരം സഹായിക്കുന്നത്, നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ പരസ്പരം വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക, അതിനപ്പുറം ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞ് ഇവളെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വന്നൊരു റിലേഷൻ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ തവിട് പൊടിയായിരിക്കാണ്. ഹോമിങ്ങും വളരെ ദേഷ്യത്തിൽ തന്നെയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വരിയിൽ കാണാം.